നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതയ്ക്കും ചൂടിനും ആക്കം കൂട്ടിയ ആന്റി സൈക്ലോൺ ദുർബലമാകുന്നു. അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എതിർ ചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിൽ സംസ്ഥാനം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം. മെയ് അവസാനത്തോടെ ദക്ഷിണേന്ത്യയിൽ മഴ എത്തുമെന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് ആണ് കാലവർഷം നേരത്തെ എത്തുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. ഉൾവനങ്ങളിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. കുടിവെള്ളത്തിനായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക്. പിറവന്തൂർ, പത്തനാപുരം, തെന്മല പഞ്ചായത്തുകളിലാണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത്. ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ച ഗർഭിണി വഴിമധ്യേ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു. കുഞ്ഞു മരിച്ചു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെന്ന് പരാതി. ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായ പൊള്ളിക്കുന്ന ചൂടിനും ആക്കം കൂട്ടിയ ആന്റി സൈക്ലോൺ ദുർബലമായി തുടങ്ങി. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒരാഴ്ച മുമ്പ് രൂപപ്പെട്ട എതിർ ചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിലാണ് സംസ്ഥാനത്തിന്റെ മിക്ക പ്രദേശങ്ങളും. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായ പൊള്ളുന്ന ചൂടിനും ആക്കം കൂട്ടിയ അന്തരീക്ഷ പ്രതിഭാസമായ ആന്റി സൈക്ലോണാണ് ദുർബലമായി തുടങ്ങിയത്. എതിർ ചുഴലിയുടെ സ്വാധീനം കുറയുന്നതിനാൽ അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി IMD ഡയറക്ടർ നിത കെ ഗോപാലൻ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് രൂപപ്പെട്ട എതിർ ചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിലാണ് സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളും. സംസ്ഥാനത്ത് ആദ്യം ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത 2024 ഈ പ്രതിഭാസമുണ്ടായെങ്കിലും ഇത്രയും നീണ്ടുനിന്നില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സമുദ്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ ഉയരത്തിൽ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, കേരളത്തിന്റെ കുറച്ചു ഭാഗങ്ങളിലുമായി ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആന്റി സൈക്ലോൺ ഇത്തവണ വേനൽ മഴ പരക്കെ ലഭിക്കാനും തടസ്സമായി. ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ഉഷ്ണക്കാറ്റിനെ മുകളിലേക്ക് ഉയർത്താതെ താഴെ തന്നെ നിലനിർത്തി വ്യാപിപ്പിക്കുന്ന രീതിയാണ് എതിർ ചുഴലിയുടേത്. ഇതോടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ച സ്ഥലങ്ങളിലും ചൂട് കുറയാത്ത സാഹചര്യമുണ്ടായി. ചൂടുകാറ്റിനൊപ്പം ഈർപ്പവും അന്തരീക്ഷത്തിന് മുകളിലെത്തിച്ച് മഴമേഘമുണ്ടാകാൻ സഹായിക്കുന്ന ചുഴലിക്ക് വിരുദ്ധമാണ് എതിർ ചുഴലിയിൽ സംഭവിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിലെ ചൂട്, ഈർപ്പം അനുപാതം തെറ്റിച്ചു. സാന്ദ്രത കുറഞ്ഞ ഉഷ്ണവായു സാധാരണ അന്തരീക്ഷത്തിൽ പരക്കുകയാണ് ചെയ്യുക. എതിർ ചുഴലിയുടെ കേരളത്തിൽ സ്വാധീനം ദുർബലമാകുന്നതോടെ 28 മുതൽ കാലാവസ്ഥാ വിദഗ്ധർ വ്യാപകമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട് തീരത്ത് ന്യൂനമർദ്ദപാത്തി രൂപം കൊള്ളുന്ന സൂചനയുമുണ്ട്. പകൽ സമയങ്ങളിൽ കടൽക്കാറ്റ് വൈകുന്നതും ഇത്തവണ ചൂടിന്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമായി. കാലാവസ്ഥാ മാറ്റത്തിൽ കടൽ വലിയ തോതിൽ ചൂടായതാണ് കാറ്റിന്റെ സമയമാറ്റത്തിന് കാരണം. സാധാരണ ഈ സീസണിൽ രാവിലെ തന്നെ കരയിലെത്തിയിരുന്ന കാറ്റ് ചൂടിൽ ആശ്വാസമായിരുന്നു. 2024 സംസ്ഥാനത്ത് ആദ്യ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത പാലക്കാട്ട് ഇത്തവണ ഏപ്രിൽ 10, 11, 17, 18, 19, 20, 21, 22 തീയതികളിൽ ശരാശരി 40 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. തൃശൂർ, കൊല്ലം, കോട്ടയം ജില്ലകളിലും ചൂടിൽ കാര്യമായ വർധനവുണ്ടായി. ചിലയിടത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ ചൂടിന്റെ തീവ്രത വർദ്ധിക്കില്ലെന്ന കണക്കുകൂട്ടലും എതിർ ചുഴലിയുടെ സ്വാധീനം തെറ്റിച്ചു. ഒരു പ്രദേശത്ത് ശരാശരി അനുഭവപ്പെടുന്ന ചൂടിൽ 4.5 ഡിഗ്രി കൂടുതലായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കുന്നതാണ് രീതി. സംസ്ഥാനത്ത് തുലാവർഷം കുറഞ്ഞതും തുടക്കത്തിൽ വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതും ഇത്തവണത്തെ പ്രതികൂല സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക്. ഉൾവനങ്ങളിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. കുടിവെള്ളത്തിനായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക്. പിറവന്തൂർ, പത്തനാപുരം, തെന്മല പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത്. ചൂട് 40 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത സാഹചര്യത്തിലാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ വനമേഖലയിലെ തോടുകൾ വറ്റിവരേണ്ടത്. ആന, കാട്ടുപോത്ത്, പന്നി, കേഴമാൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന വനത്തിന് നടുവിലൂടെയുള്ള തോടാണ് വറ്റിവരേണ്ടത്. കറവൂർ വനമേഖലയിലെ വനത്തിനുള്ളിലൂടെയുള്ള തോടാണ് പൂർണ്ണമായി വരേണ്ടത്. ഉൾവനത്തിൽ കുടിവെള്ളം കിട്ടാതായതോടെ പിറവന്തൂർ, പത്തനാപുരം, തെന്മല ഗ്രാമപഞ്ചായത്തുകളിലെ കറവൂർ, ചാലിയക്കര, പത്തുപറ, മുള്ളുമല, ചെരുപ്പിട്ടകാവ് വനമേഖലകളിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്നത് പതിവാവുകയാണ്.
പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതിനാൽ ജനങ്ങൾ ഏറെ പ്രതിസന്ധിയും നേരിടുന്നു. മലയോര മേഖലയിലുള്ള ജനങ്ങൾ ഒരു പരിധിവരെ ആശ്രയിച്ചിരുന്നതും ഈ ചെറുതോടുകളെയായിരുന്നു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉൾവനങ്ങളിലെ ജലക്ഷാമം വന്യമൃഗങ്ങൾ വീണ്ടും നാട്ടിലേക്കിറങ്ങുന്നതിന് കാരണമാകുന്നു. ഉൾവനത്തിലെ പച്ചപ്പുകൾ പൂർണ്ണമായി നശിച്ചു. അതിശക്തമായ ചൂടാണ് ഉൾവനങ്ങളിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം തേടി മൃഗങ്ങൾ ഇനിയും നാട്ടിലേക്ക് കൂടുതലായി എത്താനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാനായി ഗജരാജൻ തൃക്കടവൂർ ശിവരാജു കൊല്ലത്ത് നിന്നും പുറപ്പെട്ടു. തൃക്കടവൂരപ്പനെ വണങ്ങി ആരാധകരുടെ ആവേശം ഏറ്റുവാങ്ങിയാണ് ഗജരാജരത്നം ശിവരാജു തൃശൂരിലേക്ക് യാത്ര തിരിച്ചത്. തൃശൂർ പൂരത്തിന് പാറമേക്കാവിന്റെ തിടമ്പേറ്റുന്നത് ശിവരാജുവാണ്. തൃശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത് ഇത്തവണ തൃക്കടവൂർ ശിവരാജുവാണ്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയായിരുന്നു യാത്ര. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് തൃക്കടവൂർ ശിവരാജു. തെക്കൻ കേരളത്തിൽ ഏറെ ആരാധകരുള്ള കൊമ്പനും ശിവരാജുവാണ്. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഏക്കത്തുക 2.5 ലക്ഷം രൂപ ബോർഡിന് നൽകിയത് ശിവരാജുവിന്റെ ആരാധകരാണ്. തൃശൂരിലേക്ക് ശിവരാജുവിനെ യാത്രയാക്കുന്ന സന്തോഷത്തിലായിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആനപ്രേമികൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ശാസ്താംകോട്ടയിൽ വിവിധ ദളിത് സംഘടനകൾ പങ്കെടുത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷൻ ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത്. ഏപ്രിൽ 28-ന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ഹർത്താൽ വിജയിപ്പിക്കുന്നതിനായി ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല സമര കൺവെൻഷൻ തീരുമാനിച്ചു. ശശി ബി തുരുത്തിക്കര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ശിവരാജ് സാറും മറ്റേ അദ്ദേഹം സംസാരിച്ചതുപോലെ ഈ കാര്യങ്ങളൊന്നും തന്നെ സമൂഹത്തിൽ അറിയാതിരിക്കുവാൻ വേണ്ടി ബോധപൂർവം മറ്റു മാധ്യമങ്ങളിലും എല്ലാം തന്നെ അതിനെ ബാൻ ചെയ്യുകയാണ്, അതായത് ഒഴിവാക്കുകയാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇന്നിവിടെ വന്നു ചേർന്ന് ഇത്രയും ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവരും സ്വയം മനസ്സാൽ ചേർന്ന് അവരവരുടെ സംഘടനയുടെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ സ്വയമായിട്ട് ചിന്തിച്ച് വന്നിട്ടുള്ള ഒരു സംഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ളതല്ല, നമ്മുടെ പട്ടികജാതി ദളിത് സംഘടനകൾക്ക് ആത്യന്തികമായി ആവശ്യമുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നമ്മുടെ എല്ലാം സമുദായത്തിൻ്റെ ഓരോരുത്തരും ഓരോ സമുദായത്തിൽ ജനിച്ചവരും വളർന്നു വരുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ്. നമ്മുടെ എല്ലാം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ചട്ടക്കേട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് എൻ്റെ സമുദായമാണ് വലുത് അല്ലെങ്കിൽ എൻ്റെ സമുദായമാണ് ഞാനാണ് വലുത് എന്നുള്ള ഒരു ധാരണയിൽ പരസ്പരം സമുദായ പ്രവർത്തകരെയോ അല്ലെങ്കിൽ സമുദായ അംഗങ്ങളെയോ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ദളിത് കൂട്ടായ്മ ഒത്തുചേർന്ന് പോകാത്തത്. ഉഷാലയം ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. MS ശിവപ്രസാദ്, ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി അലി, സാബു ചരുവിള, ദിനകർ കോട്ടക്കുഴി, അമ്പിയിൽ പ്രകാശ്, കെ ബാബു, സനു കോവൂർ, സുരേഷ് കൈരളി, കെ മധു, സത്യൻ, ഹരിദാസൻ, കവിതാ പ്രകാശ്, സുവർണൻ ശൂർനാട്, സജു കാരാളി, അജി ശൂർനാട്, ദേവരാജൻ സി, വൈരിത്തറ രവി, ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂരിൽ സൂര്യാഘാതമേറ്റ് വയോധികൻ മരിച്ചു. കുന്നിക്കോട് ഞാറാക്കാട് സ്വദേശി ബേബി ഫിലിപ്പാണ് മരിച്ചത്. സ്വന്തം വയലിൽ കൃഷിപ്പണിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കൃഷിപ്പണിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ വയോധികനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നിക്കോട് ഞാറാക്കാട് തെങ്ങിൻതറയിൽ 85 വയസ്സുള്ള ബേബി ഫിലിപ്പാണ് മരിച്ചത്. കഠിനമായ വെയിലേറ്റതിനെ തുടർന്നുണ്ടായ സൂര്യാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു. ശനിയാഴ്ച രാവിലെ പതിവുപോലെ സ്വന്തം വയലിൽ കൃഷിപ്പണിക്കായാണ് ബേബി ഫിലിപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 11:30-യോടെ സമീപത്തെ പുരയിടത്തിൽ ചീനി വിളവെടുക്കാനെത്തിയ തൊഴിലാളികളാണ് ഇദ്ദേഹത്തെ വയലിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കുന്നിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് മരിച്ച ബേബി ഫിലിപ്പ്. വിശ്രമ ജീവിതത്തിനിടയിലും കൃഷിയിൽ സജീവമായിരുന്ന ഇദ്ദേഹം നാട്ടിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തിവരികയായിരുന്നു. അദ്ദേഹം സാധാരണ പോകുന്ന രീതിയിൽ രാവിലെ വയലിലേക്ക് പോയതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം വയലിൽ പോയതാണ്. കൃഷിയിടങ്ങളിൽ പോയി സാധാരണ ഒരു രാവിലെ പോയി കൃഷിയിടങ്ങളിലൊക്കെ പോയിട്ട് ഉച്ച സമയത്താണ് കയറി വരുന്നത്. അങ്ങനെ പോയി അദ്ദേഹം കുഴഞ്ഞ് വീണ് സൂര്യാഘാതമേറ്റെന്നാണ് ഇപ്പം നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പം ബിസിനസ് സമേതം അറിയാൻ കഴിഞ്ഞത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഈ
എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പോഴത്തെ ചൂട് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. പ്രായമുള്ളവരായാലും പിന്നെ ചെറുപ്പക്കാർക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് തന്നെയാണ് ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ കുന്നിക്കോട് ടൗണിൽ തന്നെ ഉള്ള ഒരു സഹോദരൻ നമ്മളെ ഇവിടെ പറഞ്ഞു. ഇതേ സാഹചര്യമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പുറത്തു പോകുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം കൃഷിയിടങ്ങളിലോ മറ്റോ പോവുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബന്ധുക്കളായിട്ടുള്ളവർ ഇല്ലെങ്കിൽ കൂടെയുള്ളവരെല്ലാവരും ഒരു കരുതലുണ്ടാക്കണം എന്നാണ് ഈ അവസരത്തിൽ അറിയേണ്ടത്. ചൂട് ഭയങ്കരമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ച ഗർഭിണി വഴിമധ്യേ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു. കുഞ്ഞ് മരിച്ചു. സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി. പന്മന പോരൂക്കര സ്വദേശി നിയാസിന്റെ ഭാര്യയ്ക്കാണ് 5ാം മാസത്തിൽ ദുരനുഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടിക്കായി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി. റെഫർ ചെയ്തിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി എന്നാൽ അവർ ഗുളികയും മരുന്നും എല്ലാം തന്നു വിട്ടേ. ആ ഉറപ്പിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ എൻ്റെ മകളെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീൽ ചെയറിൽ കൊണ്ടുവരാൻ വായിച്ചപ്പോൾ അവർ പറഞ്ഞു വീൽ ചെയറൊന്നും എടുക്കണ്ട, കൂളായിട്ട് നടന്നങ്ങ് പോയാൽ അതൊരു കുഴപ്പമില്ല എന്ന് പറയാം. അന്നേരം നമുക്ക് അത്രയും ഉറപ്പുണ്ടായതിൻ്റെ പേരിലാണ് നമ്മളങ്ങനെ വന്നത്. അന്നേരം അവിടെ വന്നപ്പം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പമ്പിൽ കയറിയപ്പോഴാണ് ഈ വേദന അനുഭവപ്പെട്ടത്. അന്നേരം ഞാനും പറഞ്ഞ ആംബുലൻസ് വിളി, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പം ഒരു കാരണവശാൽ പറ്റത്തില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റാമെന്ന് പറയും. അങ്ങനെയാണ് കിംസ് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കയറ്റുന്നത്. പന്മന പോരൂക്കര താനിക്കൽ തെക്കേത്തറയിൽ നിയാസിന്റെ ഭാര്യ എസ് സജിനയ്ക്കാണ് ഗർഭിണിയായി 5ാം മാസത്തിൽ ദുരനുഭവമുണ്ടായത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ച സജിന യാത്രാമധ്യേ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. കുഞ്ഞ് മരിച്ചു. SAT ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് കുഞ്ഞു മരിക്കാൻ ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഈ സഹോദരിയുടെ ആരോഗ്യനിലയിലും കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിലും സംശയം തോന്നിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിലെ അധികൃതർ SATയിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള മതിയായിട്ടുള്ള ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഈ സഹോദരിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ഈ കുഞ്ഞിൻ്റെയും ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള വിഷമ അവസ്ഥയ്ക്ക് കാരണം. ഇത് ആവർത്തിച്ചുള്ള നിരന്തരമായ ഗുരുതരമായ കൃത്യവിലോപങ്ങളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് തൊട്ടടുത്തുള്ള എടപ്പള്ളിക്കോട്ടയിലെ വേണു എന്ന സഹോദരനും ഇതേപോലെ മതിയായ ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഓട്ടോ തൊഴിലാളി മരണപ്പെട്ട ഒരു വാർത്ത നമുക്ക് കേരളം മുഴുവൻ ചർച്ച ചെയ്യും വിവാദമാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലെത്തിച്ച ഭാര്യയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാത്ത ആശുപത്രി അധികൃതരാണ് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് സജിനയുടെ ഭർത്താവ് നിയാസ് പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഒരു കുഞ്ഞിനായി ഞങ്ങൾ 5 വർഷമായി കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു വിധി ആർക്കും ഉണ്ടാകരുതെന്നും നിയാസ് പറഞ്ഞു. ഞങ്ങൾ 5 മാസമായിട്ട് വിക്ടോറിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ഈ സെർവിക്കിന് വികാസം ഉണ്ടായതുകൊണ്ട് സ്റ്റിച്ചിടാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടി വിക്ടോറിയയിൽ തന്നെ ഇട്ടായിരുന്നു സ്റ്റിച്ച്. എന്നിട്ട് അവിടുന്ന് ഒരു 4-5 ദിവസം അവിടെ കിടന്നതിന് ശേഷം പിന്നീട് വീട്ടിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ ഈ 2 ആഴ്ചയിലെ ഇടയ്ക്ക് വെച്ച് പിന്നെയും ഭയങ്കരമായ വേദന വരികയും അതിനെ തുടർന്ന് പിന്നെയും വിക്ടോറിയയിൽ പോവുകയും അപ്പം അവിടെ നിന്ന് നേരെ SATയിലേക്ക് റെഫർ ചെയ്യുണ്ടായപ്പോൾ തന്നെ SAT എത്തുകയും അവിടുന്ന് ഒരു 4 ദിവസം അവിടെ കിടക്കുകയും ചെയ്തു. 4 ദിവസം ഈ കിടക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് ഞങ്ങൾ SAT പോയ കാരണം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യാനുള്ള സംഭവം കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രസവം ഉണ്ടാവാമെന്ന് ഇങ്ങനെ ഈ വിക്ടോറിയയിലെ ആ ഡോക്ടർ പറയുകയും അങ്ങനെയാണ് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം ഏകദേശം ഒരു 4 ദിവസത്തോളം ഞങ്ങളവിടെ കിടക്കുകയുണ്ടായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കെയർ ചെയ്യേണ്ട രോഗിയാണ്. കാരണം ഈ സെർവിക്കിന് ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ 1-2 മാസം അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ ആ സംഭവമുണ്ട്. അതവർ ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് എഴുതി തരികയുണ്ടായി. അത് ആ മേഖലയുടെ ഒരു അനാസ്ഥയും പരാജയമാണ്. 5 മാസം വരെ കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലായിരുന്നു സജിനയുടെ ചികിത്സ. ഇതിനിടെ ഗർഭാശയമുഖം വികസിച്ചതിനെ തുടർന്ന് തുന്നലിട്ട് വിശ്രമം നിർദ്ദേശിച്ചു വിട്ടു. 7 മാസം വരെ ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 6 ദിവസം കഴിഞ്ഞപ്പോൾ വേദനയുണ്ടായി. വീണ്ടും വിക്ടോറിയയിൽ ചെന്നു. ഉടൻ തന്നെ SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. 19-ന് വൈകിട്ട് റെഫർ ചെയ്ത് അവിടെ എത്തി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ചെയ്തെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞ് എത്തണമെന്ന് നിർദ്ദേശിച്ച് മരുന്നുകൾ നൽകി. 22-ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ
കൊട്ടിയം മൈലക്കാട് എത്തിയപ്പോൾ വേദന മൂർച്ഛിച്ചു. ഗർഭാശയദ്രവം ചോർന്നു പോവുകയും ചെയ്തതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 23-ന് രാവിലെ സജിന പ്രസവിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടിക്കായി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്ന് പ്രവചനം. മെയ് അവസാനത്തോടെ ദക്ഷിണേന്ത്യയിൽ മഴ എത്തുമെന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിന്റെ കണക്ക് പ്രകാരമാണ് കാലവർഷം നേരത്തെ എത്തുമെന്ന് റിപ്പോർട്ടുകളുള്ളത്. കനത്ത ചൂടിന് ആശ്വാസമായി തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്ന് റിപ്പോർട്ട്. യൂറോപ്യൻ സെൻട്രൽ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിന്റെ കണക്ക് പ്രകാരം മെയ് അവസാനത്തോടെ തന്നെ ദക്ഷിണേന്ത്യയിൽ മഴയെത്തുമെന്നാണ് പ്രവചനം. നിലവിൽ ഉത്തരേന്ത്യയിൽ താപനില 43-44 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്നു നിൽക്കുകയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മെയ് 27-നും 29-നും ഇടയിൽ കാലവർഷമെത്തും. കേരളത്തിലും തമിഴ്നാട്ടിലും മെയ് 25-നും ജൂൺ 1-നും ഇടയിൽ കാലവർഷം എത്താനാണ് സാധ്യത. സാധാരണ ലഭിക്കുന്ന മഴ തന്നെയാവും ഇക്കാലയളവിൽ ലഭിക്കുകയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചില്ലെങ്കിൽ മെയ് 25-ന് തന്നെ കേരളത്തിൽ കാലവർഷം എത്തിയേക്കും. ഇത്തവണ എൽനിനോ സാന്നിധ്യം ഉണ്ടാകില്ല. മെയ് അവസാന വാരത്തോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് രൂപപ്പെടാനും അത് ഈർപ്പമുള്ള മേഘങ്ങളെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കാനും സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്. കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെ കടത്തുന്ന 3-അംഗ സംഘം അറസ്റ്റിൽ. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവാദുലിനെ കൊലപ്പെടുത്തിയ കേസിലെ 6-ാം പ്രതി ഷംനാദുമായി ബംഗളൂരുവിൽ തെളിവെടുപ്പ് നടത്തിയ സമയത്താണ് 3-അംഗ സംഘത്തെ പിടികൂടിയത്. 2 പേർ കരുനാഗപ്പള്ളി സ്വദേശികളും ഒരാൾ കർണാടക സ്വദേശിയുമാണ്. സംസ്ഥാനത്തേക്ക് MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 23 ഗ്രാം MDMAയുമായി ശാസ്താംകോട്ട ICS ജംഗ്ഷനിൽ നിന്നും യുവതിയെ പിടികൂടിയിരുന്നു. ഈ കേസിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അലുവാദിൽ എന്ന ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 6-ാം പ്രതിയായ ഷംനാദും ഉൾപ്പെട്ടിരുന്നു. ഷംനാദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബംഗളൂരുവിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയി. അവിടെ നിന്നുമാണ് ഷംനാദിനെ MDMA കൈമാറിയ സംഘത്തിലെ 3 പേരെ പിടികൂടിയത്. പിടികൂടിയവരിൽ 2 പേർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളും ഒരാൾ കർണാടക ഷിമോഗ സ്വദേശിയുമാണ്. കരുനാഗപ്പള്ളി ആലിങ്കടവ് മണ്ണേൽ തെക്കതിൽ ജിതിൻ ജയകുമാർ, ആദിനാട് തെക്ക് കൊച്ചാലിമൂട്ടിൽ മുർഷിദ് നൌഷാദ, കർണാടക ഷിമോഗ സ്വദേശി മാലിക് റഹാൻ ഖാസി എന്നിവരാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ട DYSP പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം SHO മൃദുൽകുമാറിന്റെ നേതൃത്വത്തിൽ SI ശരത് KP, ASI ബിജു KR, CPOമാരായ അഖിൽ ചന്ദ്രൻ, ഫൈസൽ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഫ്ലവർ മില്ലിൽ മോഷണം. 2 ലക്ഷം രൂപയും 15,000 രൂപയുടെ സാധനങ്ങളും അപഹരിച്ചു. അഞ്ചൽ കൈപ്പള്ളി മുക്കിലെ ഫ്ലവർ മില്ലിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ എന്നെ മോഷണം പിടിച്ചു പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേന് കഥമെല്ലാം ചവിട്ടി പൊളിച്ചു വെച്ചിരിക്കുന്നു. അന്നിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഇതിൽ ചെട്ടിപ്പിടിച്ച പൈസ 1,92,000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ എല്ലാം പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ പൈസ ഇത്ര വെച്ചിട്ട് പോയത് എന്ന് പറഞ്ഞാൽ മറന്നുപോയി. കൊണ്ടുപോകാനെ കൊണ്ട് മഴയായി പേര് വെച്ചിട്ട് പോയി. അതിന് പേര് രാവിലെ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ തുറന്നിങ്ങനെ ശൂന്യമായി കിടക്കുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ വന്നത്. അഞ്ചൽ കൈപ്പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ഫ്ലവർ മില്ലിലാണ് മോഷണം നടത്തിയത്. മില്ലിന്റെ പിൻഭാഗത്തെ കതക് പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാവ് 2 ലക്ഷം രൂപയും 15,000-ഓളം രൂപ വില വരുന്ന സാധനങ്ങളുമാണ് അപഹരിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം പോകുമ്പോൾ ഒരു 9:30 മണിയാവും. 9:30 മണിയായപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ രാവിലെ ഞാൻ വരുന്നത് ഏകദേശം 9:15 മണിയായി. 9:15 മണിയായി വന്ന് ഫ്രണ്ട് വന്ന് തുറന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ വെച്ച രീതിയിലല്ല കിടക്കുന്നത്. മൊത്തം വലിച്ചു വരിയൊക്കെ ഇട്ടേക്കുന്നത്. നമ്മളെ ബാഗുകൾ മറ്റുള്ള സാധനങ്ങളെല്ലാം പരിശോധന നടത്തുന്ന മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇന്നലെ പോയ രീതിയിലല്ലല്ലോ കിടക്കുന്നത്. നേരെ ബാക്കിലേക്ക് വന്നപ്പോൾ കറക്റ്റായിട്ട് ഡോറ് തുറന്നു കിടക്കുന്നു. അപ്പോൾ പൂട്ട് പൊളിച്ചിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി നമ്മുടെ ഹൗസ് ഓണറെ കണ്ടു. ഹൗസ് ഓണറോടാണ് ആദ്യമേ ഞാൻ ഈ വിവരം പറയുന്നത്. പരിശോധിച്ചെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ചിട്ടി പിടിച്ച പൈസയായിരുന്നു അതിനകത്ത് ഇരുന്നത്. പക്ഷെ രാത്രി ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് 2-3 മണിക്കൂറോളാണ് ഞാൻ ഈ പൈസ ഇതിനകത്ത് വെച്ചിട്ട് നിൽക്കുന്നത്. പക്ഷെ രാത്രി ഈ പൈസ തിരിച്ചെടുക്കാൻ മറന്നുപോയി. ഇത് സംബന്ധിച്ച് മില്ലുടമ സുനിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. രാവിലെ മില്ല് തുറക്കാനെത്തിയ സുനിൽ മില്ലിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ മോഷണം പോയതറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ആയൂരിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിച്ച 2 ലക്ഷം രൂപയാണ് മില്ലിലെ മേശയിൽ സൂക്ഷിച്ചിരുന്നത്. മില്ലിൽ നിന്നും 15,000-ഓളം രൂപയുടെ സാധനങ്ങളും മോഷണം പോയി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അഞ്ചൽ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
മില്ലി അരിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊടിക്കാൻ വരുന്നവരുണ്ട്, മേടിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അന്നേരം ഈ പൈസ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ആരാന്ന് എനിക്ക് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പിട്ട് ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നു. അതിനോടനുബന്ധിച്ച് പിന്നെയും ഇവിടെ ഇതേ നമ്മൾ സംശയം ഉന്നയിക്കുന്ന വ്യക്തി വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പുള്ളിയാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും കൺഫേംഡ് അല്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പേഴ്സണൽ ലോണിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. പേഴ്സണൽ ലോൺ തടപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി തട്ടിപ്പ് നടത്തുകയായിരുന്നു. പേഴ്സണൽ ലോൺ തരപ്പെടുത്തി തരാവുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകി വൻ തട്ടിപ്പ് നടത്തിയ പ്രതിപിടിയിൽ. തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ 251 അശ്വതി ഭവനിൽ രഞ്ജിത്താണ് പിടിയിലായത്. OLX ആപ്പിലൂടെ പേഴ്സണൽ ലോൺ തടപ്പെടുത്തി നൽകുമെന്ന പരസ്യം പ്രതി ചെയ്യുകയായിരുന്നു. ഈ പരസ്യം ശ്രദ്ധയിൽപ്പെട്ട നിരവധി വീട്ടമ്മമാർ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. തുടർന്ന് ഇവരുടെ വിശ്വസ്തത നേടിയെടുത്ത പ്രതി ഇവരുടെ പക്കലുള്ള എല്ലാ രേഖകളും വാട്സ്ആപ്പ് മുഖേന വാങ്ങുകയും തുടർന്ന് സിബിൽ സ്കോർ അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾക്കും ലഭിക്കാവുന്ന തുക എത്രയാണെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ലോൺ ശരിയായിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യും. പിന്നീട് ഇവരോട് കൊല്ലം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹോം അപ്ലയൻസസ് ഷോറൂമുകളിൽ എത്തിച്ചേരാൻ അറിയിക്കുകയായിരുന്നു. ഷോറൂമുകളിലെ ഫിനാൻസ് വിഭാഗം ആളുകൾ പിന്നീട് ഇവരെ കൊണ്ട് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കുകയാണ് പതിവ്. വില കൂടിയ മൊബൈൽ ഫോൺ, AC, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങളാണ് ഇവരുടെ പേരിൽ വാങ്ങിച്ചിരിക്കുന്നത്. പേഴ്സണൽ ലോൺ ആവശ്യത്തിനായി എത്തിച്ചേർന്നവർ പർച്ചേസ് ലോൺ എന്ന തരത്തിലേക്ക് മാറിയതോടെ പരാതിക്കാർ വീണ്ടും പ്രതിയെ ബന്ധപ്പെട്ടു. പ്രതി അവരോട് പറയുന്നത്, ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ വാങ്ങിയ ശേഷം ഇത് മറിച്ചു വിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നത് എന്നായിരുന്നു. 1 മാസം കാലയളവിന് ശേഷം EMI അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ ബാങ്കിന്റെ പ്രതിനിധികൾ വീട്ടമ്മമാരെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായത്. ഇവരുടെ ചതിയിൽപ്പെട്ട കൊല്ലം മീനാട് സ്വദേശിനിയും അഞ്ചൽ വിളക്കുപാറ സ്വദേശിനിയും ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലെത്തിയ ശേഷം കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പല പേരുകളിലും പല മേൽവിലാസത്തിൽ താമസിക്കുകയായിരുന്ന പ്രതിയെ തന്ത്രപൂർവ്വം വർക്കരയിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ച സിം കാർഡ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ പേരിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളോ കേസുകളോ നിലവിലുണ്ടോ എന്നും തട്ടിപ്പിൽ മറ്റു പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ് ജയുടെ നേതൃത്വത്തിൽ SI-മാരായ ദീപു ശിവൻ, അമൽ പ്രസാദ്, ലഞ്ജുലാൽ, ഗ്രേഡ് SI ഷാജി, CPO-മാരായ ഷാനലി, സജിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതയ്ക്കും ചൂടിനും ആക്കം കൂട്ടിയ ആന്റി സൈക്ലോൺ ദുർബലമാകുന്നു. അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എതിർ ചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിൽ സംസ്ഥാനം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം. മെയ് അവസാനത്തോടെ ദക്ഷിണേന്ത്യയിൽ മഴ എത്തുമെന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് ആണ് കാലവർഷം നേരത്തെ എത്തുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. ഉൾവനങ്ങളിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. കുടിവെള്ളത്തിനായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക്. പിറവന്തൂർ, പത്തനാപുരം, തെന്മല പഞ്ചായത്തുകളിലാണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത്. ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ച ഗർഭിണി വഴിമധ്യേ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു. കുഞ്ഞു മരിച്ചു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെന്ന് പരാതി. ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.